ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ഇഡി നോട്ടീസ് അയച്ചത് ഫെമ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ്. 3 മാസം മുൻപ് ചെന്നൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അയച്ച അന്തിമ റിപ്പോർട്ടിന്റെ തുടർച്ചയാണത്രേ നോട്ടീസ്. നോട്ടീസിലെ മറുപടി തൃപ്തികരമല്ല എങ്കിൽ കിഫ്ബിയിൽ നിന്നും 300% തുക പിഴ ഈടാക്കാം. ഇത്തവണ മസാല ബോണ്ട് എന്നല്ല, ബോണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി എന്നതാണ് കുറ്റം. ഭൂമി വാങ്ങലല്ല, ഏറ്റെടുക്കലാണെന്നാണ് മുൻ ധനമന്ത്രിയുടെ വിശദീകരണം. കൃത്യം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മുടങ്ങാതെ എത്തുന്ന ഇഡി നോട്ടീസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് CPM പറയുന്നു. വേട്ടയാടലെന്ന് നേതാക്കൾ പ്രതികരിക്കുന്നു. അത് വേട്ടയല്ല, നാടകമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. ഒന്ന് വിരട്ടുകയുള്ളൂ, ആ വിരട്ടലിൽ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണക്കടത്തും മാസപ്പടിയും കരുവന്നൂർ നോട്ടീസുമൊക്കെ ആവിയായി പോയതെങ്ങനെ എന്നതാണ് അവരുടെ ചോദ്യം. ഇഡി പേടിയിലോ എന്നതാണ് ചോദ്യം. ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ ഡോക്ടർ TM തോമസ് ഐസക്, മുൻ ധനമന്ത്രി, അല്പനേരം നമ്മോടൊപ്പം ഉണ്ടാകും. അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ് CPM പ്രതിനിധി, അഡ്വക്കേറ്റ് VR അനൂപ് കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നിയമവിദഗ്ധൻ, CR നീലകണ്ഠൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ആദ്യമുള്ളത്. അത് ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ വീണ്ടും ഒരു ഇഡി നോട്ടീസ് വരികയാണ്. ഇഡി നോട്ടീസ് ഇപ്പോൾ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു നോട്ടീസ് വന്നാണ്, ഒന്നല്ല 7 തവണ തോമസ് ഐസക്കിന് തന്നെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോൾ മസാല ബോണ്ട് എന്നതല്ല, മസാല ബോണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി, അത് ഫെമ ചട്ടലംഘനമാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ. അത് 3 മാസം എടുത്ത് പരിശോധിച്ച ശേഷമാണ് അതിൽ അന്തിമ റിപ്പോർട്ട് നൽകിയതെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇതിനെങ്ങനെയാണ് CPM നേരിടുന്നത്? ഇതിപ്പോൾ എന്താണ് ഇത്ര വൈകിയത് എന്നതിനെ കുറിച്ച് മാത്രമേ ഒരു ആശങ്കയുള്ളൂ. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇഡി രംഗത്ത് വരാറുണ്ട്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏകദേശം 2025 ഒക്ടോബറിൽ തന്നെ രംഗത്ത് വന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബറിലായിരുന്നല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതേപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഇതേപോലെ ഇഡി നോട്ടീസ് അയച്ചു, സജീവ ചർച്ചയാക്കി ഇഡിയുടെ നോട്ടീസ് മാറ്റി. അതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇഡിയുടെ നോട്ടീസും അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ശ്രീ തോമസ് ഐസക് ഫയൽ ചെയ്ത കേസും എല്ലാം സജീവമായിട്ടുള്ള ചർച്ചയായി. അപ്പൊ തുടർച്ചയായിട്ട് 4ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഈ കേരളത്തിൽ ഇഡി നോട്ടീസ് അയക്കുന്നതും സെലക്ടീവ് ലീക്കേജിലൂടെ വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലും മറ്റു പല ഘട്ടത്തിലും ഇഡി കേരളത്തിൽ വന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇഡിക്ക് ഈ കേരളത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാക്കാൻ, ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണവും, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണവും, അതുപോലെ തന്നെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തി, ഇങ്ങനെ നിരവധി ആരോപണം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ദേശീയപാത അതോറിറ്റി, അതുപോലെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, ഇവരെല്ലാം മസാല ബോണ്ട് കൃത്യമായി തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്ത് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപത്തിലുള്ള ഇന്ത്യൻ പണം കൈപ്പറ്റുമ്പോഴാണല്ലോ മസാല ബോണ്ട് എന്നതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 5000 കോടി രൂപയുടെ മസാല ബോണ്ടാണ് ഇഷ്യൂ ചെയ്തത്. അതേപോലെ തന്നെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ 2000 രൂപയുടെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി പണം മുടക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. കേരളത്തിൽ മാത്രമാണ് 25% പണം സംസ്ഥാന ഖജനാവിൽ നിന്നെടുത്ത് മുടക്കുന്നത്. അപ്പോ 75% നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോ ഇതേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് കൈപ്പറ്റിയ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് 27 സംസ്ഥാനങ്ങളിലും ഈ കേരളത്തിൽ അവരുടേതായിട്ടുള്ള 75% ഷെയറിലും ഇതേ മസാല ബോണ്ട് കൈപ്പറ്റാം, ഒരു തടസ്സമില്ല. എന്നാൽ കേരളത്തിൽ 25% ദേശീയപാതയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന കിഫ്ബി സംസ്ഥാന ഗവൺമെന്റ്, അവർ ഇതേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് വാങ്ങിക്കാൻ പറ്റില്ല എന്നതാണ് ആരോപണം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 1.5 വർഷം മുമ്പ് ഇതേപോലെ ഒരു നോട്ടീസ് ശ്രീ തോമസ് ഐസക്കിന് അയച്ചു. തോമസ് ഐസക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി, എന്തിനാണ് എനിക്ക് നോട്ടീസ് അയച്ചത്, എന്താണ് അതിന്റെ കാരണം എന്ന് ഈ നോട്ടീസിൽ ബോധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഹൈക്കോടതി ചോദിച്ചു ഇഡിയോട് എന്താണ് കാരണം. അപ്പോൾ അവർ പറഞ്ഞത് ആ കാരണം എന്താണെന്ന് പറയാൻ 1 മാസം സമയം വേണമെന്നാണ്. പിന്നീട് അത് 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിന് കിഫ്ബിയുടെ പേരിൽ ഇഡി ഒരു നോട്ടീസ് അയച്ചത്, എന്തൊക്കെയാണ് അതിന് കാരണം എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ ഇപ്പൊ പുതിയ നോട്ടീസിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഈ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചു, അതായത് ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ള കേസ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചു. അങ്ങനെ അന്വേഷണം പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഫെമ നിയമ ലംഘനമുണ്ട്. ആ നിയമലംഘനം എന്ന് പറയുന്നത്
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവാദം നൽകുമ്പോൾ സമ്മതപത്രത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ഇത്തരത്തിലുള്ള മസാല ബോണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് ലംഘിച്ചു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ 1 രൂപയുടെ പോലും ഇത്തരത്തിൽ ഒരു കച്ചവടമോ ഏതെങ്കിലും തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റോ ഇത്തരത്തിലുള്ള പണം കൊണ്ട് നടന്നിട്ടില്ല. നമ്മൾ ഭൂമി വാങ്ങാറില്ല. കിഫ്ബി ഭൂമി ഏറ്റെടുക്കുന്നതാണ്. അത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഫെയർ കോമ്പൻസേഷൻ ആക്ട്, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് 2013 ആ നിയമപ്രകാരം നോട്ടിഫൈ ചെയ്ത് ഇന്ന വികസന പ്രവർത്തനത്തിന് വേണ്ടി, അത് ദേശീയപാതയ്ക്ക് വേണ്ടി, ബൈപ്പാസിന് വേണ്ടി, അല്ലെങ്കിൽ സ്കൂളുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, ആശുപത്രി പണിയാൻ, അങ്ങനെ ഏത് ആവശ്യത്തിനാണോ അത് കൃത്യമായി നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഗസറ്റിൽ നടത്തി അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും, ദേശീയ നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭൂമി ഏറ്റെടുക്കുകയാണ്. ഒരിക്കൽ പോലും ഭൂമി വാങ്ങിക്കുന്ന സാഹചര്യമില്ല. അപ്പോൾ മസാല ബോണ്ട് വാങ്ങിക്കാൻ കിഫ്ബിക്ക് അനുവാദമില്ല എന്ന വാദം ഇപ്പോൾ ഇഡിക്കില്ല. മസാല ബോണ്ട് വാങ്ങിക്കാൻ RBIയുടെ മുൻകൂർ അനുമതി വാങ്ങിച്ചില്ല എന്ന വാദം ഇപ്പോൾ ഇഡിക്കില്ല. ഇപ്പോൾ ആകെയുള്ള ഒരു വാദം, ഇത്തരത്തിൽ മസാല ബോണ്ടായി കൈപ്പറ്റിയ 2000 കോടി രൂപയോളമുള്ള പണത്തിൽ കുറച്ച് പണം ഭൂമി വാങ്ങിക്കാൻ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ട് കണക്ട് ചെയ്തു എന്നതാണ്. ഇത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, 9.723% പലിശയാണ് അരുൺകുമാർ. 9.723% പലിശ. ഇത്രയും വലിയ പലിശയ്ക്ക് എന്തിന് മസാല ബോണ്ട് എടുക്കണം? ഇവിടെ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടാൻ സാഹചര്യമുള്ളപ്പോൾ എന്നുള്ളതാണ് ആവർത്തിച്ച് പ്രതിപക്ഷം അന്ന് മുതൽ 2019 മുതൽ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം. അതിന് ഒരു കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ? ഇവിടെ 2018 പ്രളയം, ആ പ്രളയത്തിന്റെ ഭാഗമായി എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി മാറി. പല വിദേശത്ത് ഉള്ള ശക്തികൾ, പല രാജ്യങ്ങളടക്കം നമ്മെ സഹായിക്കാൻ തയ്യാറായി. ആ സഹായിക്കാൻ തയ്യാറായപ്പോൾ ഒരു തരത്തിലും ദേശീയ ഗവൺമെന്റിന്റെ പോളിസി വിദേശ സഹായം മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. അതുകൊണ്ട് 1 രൂപ പോലും വിദേശ സഹായം മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് സഹായം നൽകാൻ തയ്യാറായവരെ മുഴുവൻ നിരുത്സാഹപ്പെടുത്തി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൃത്യമായി ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തും കൃത്യമായിട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇതിന്റെ പലിശയുടെ തോതും കൃത്യമായിട്ട് കൊടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് പരിശോധിച്ച് മുൻകൂർ അനുവാദം തന്ന് ഫെമ നിയമപ്രകാരം ഒരു ഗവൺമെന്റ് പാലിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ചാൽ അത് ഒരു കൃത്യമായിട്ട് ഒരു ലോണായി അല്ലെങ്കിൽ ഒരു ബോണ്ടായിട്ട് മേടിക്കാൻ പറ്റില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു നിയമലംഘനം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. നിയമലംഘനത്തെ കുറിച്ചല്ല. 9.723% പലിശ എന്ന് പറയുമ്പോൾ വലിയ പലിശ എന്നുള്ളതാണ്. അത് 5 വർഷം കൊണ്ട് മുതലും പലിശയും അടിക്കണം. അപ്പോൾ ആകെ വരുന്നത് 3195 കോടി പലിശയും മുതലുമായിട്ട് അടയ്ക്കണം എന്നുള്ള, അത്രയും കോടികൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കാനുള്ള സാധ്യത വന്നാൽ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്കുള്ള ലോൺ എടുക്കാൻ ശ്രമിക്കും. ആ കുറഞ്ഞ പലിശയ്ക്കുള്ള ലോൺ കിട്ടാതെ വരുന്ന സാഹചര്യം, ഇപ്പൊ 10% താഴെ പലിശ എന്ന് പറഞ്ഞാൽ അത് വലിയ അന്യാധീനമായിട്ടുള്ള പലിശ എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു പല ബാങ്കുകളുടെയും സ്വകാര്യ ബാങ്കുകളുടെയും എല്ലാം സാഹചര്യം എടുത്താൽ, അല്ല ദേശസാൽകൃത ബാങ്കിന്റെ തന്നെ എടുത്താലും 8.7ഉം 9.5ഉം എല്ലാമാണ്. ഇതിലൊന്നും എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുക എന്നല്ലാതെ ഇതിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഭരണപക്ഷത്തിനെതിരെ എതിർക്കാൻ കിട്ടുന്ന അവസരം അവർ പ്രയോജനപ്പെടുത്തുകയാണ്. അരുൺകുമാർ, ഇപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക് അല്പനേരം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുകയല്ല. എന്റെ ചില ചോദ്യങ്ങൾ മറുപടി പറഞ്ഞ ശേഷം അദ്ദേഹം ചർച്ചയിൽ നിന്ന് മടങ്ങും. നമസ്കാരം ശ്രീ തോമസ് ഐസക്. ഇപ്പോൾ നോട്ടീസ് ലഭിച്ചല്ലോ, അങ്ങ് ഹാജരാകുമോ? അങ്ങ് നോട്ടീസിന് മറുപടി നൽകുമോ? ചോദ്യം ചോദിച്ചാൽ പറയും, ഞാൻ കേട്ടിട്ടില്ല സംസാരം. നോട്ടീസ് ലഭിച്ചല്ലോ, നോട്ടീസിന് മറുപടി നൽകുമോ? അത് എങ്ങനെയാണ് മറുപടി നൽകേണ്ടത്? ഇത് അസംബന്ധമാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് കോടതിയിൽ നോട്ടീസ് തന്നെ ചോദ്യം ചെയ്യണോ, അതോ അഡ്ജുഡിക്കേറ്ററുടെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണോ, ഏത് രീതിയിൽ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം നിയമവകുപ്പുമായിട്ട് ആലോചിച്ചാണ് തീരുമാനമെടുക്കുക. നിശ്ചയമായിട്ടും പ്രതികരിക്കും. ഏത് രീതിയിലുള്ള പ്രതികരണമാണ്, എവിടെയാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ ഈ മസാല ബോണ്ട് വഴി ഭൂമി വാങ്ങി എന്നുള്ളതാണല്ലോ പുതിയ ചാർജ്.
അപ്പോൾ ഭൂമി വാങ്ങുന്നത് തെറ്റാണ്, അത് ഫെമ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി വാങ്ങിയതല്ല ഏറ്റെടുത്തത് എന്ന വാദമാണ് അങ്ങ് നേരത്തെയും പലതവണയായി പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പണം ഉപയോഗിച്ചുള്ള ഈ പണത്തിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ ഭൂമി നൽകുന്നവർക്ക് കൊടുക്കുന്നത്. ഫലത്തിൽ അത് ഭൂമി വാങ്ങൽ തന്നെ ആവുകയാണല്ലോ. അപ്പോൾ ഈ സാങ്കേതികത്വം നിലനിൽക്കുമോ എന്നുള്ളതാണ്. സാങ്കേതികത്വമല്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് തുടങ്ങിയത് ഇത് നിയമവിരുദ്ധമാണ്. കിഫ്ബി വായ്പ അതുപേക്ഷിച്ചു. ആ വായ്പ എടുത്തതിലെ ക്രമക്കേട് അതൊക്കെ വിട്ടുകളഞ്ഞു. ഇനിയിപ്പോൾ വായ്പ വിനിയോഗിച്ചതിൽ എന്താ പ്രശ്നം? ചട്ടപ്രകാരം നിഷിദ്ധമായിട്ടുള്ള ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പണം വിനിയോഗിച്ചു എന്നാണ് പറയുന്നത്. നൗ എന്തായിരുന്നു 2016 ചട്ടത്തിലുണ്ടായിരുന്നത്? ഫ്രെയിംവർക്ക് നിബന്ധന ഭൂമി വാങ്ങാൻ ഉപയോഗിക്കരുത്. ഭൂമി വാങ്ങുന്നത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഭൂമി ഏറ്റെടുക്കുന്നത് വേറൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭൂമി നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് മറിച്ചു വെക്കാം, അത് സ്പെക്കുലേറ്റ് ചെയ്യാം. എന്നാൽ ഭൂമി അക്വയർ ചെയ്താൽ ഏതാവശ്യത്തിന് വേണ്ടി അക്വയർ ചെയ്തോ ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നിയമത്തിൽ ഇത് രണ്ടും രണ്ടാണ്, രണ്ട് നിയമത്തിന് കീഴിലുള്ളതാണ്. കിഫ്ബി ഭൂമി അക്വയർ ചെയ്തിരിക്കുന്നതാണ്. അതുപയോഗിച്ചൊരു ഊഹക്കച്ചവടം നടത്താൻ പറ്റില്ല. എന്താവശ്യത്തിന് വേണ്ടി എടുത്തോ ആ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. പക്ഷെ ഇതല്ല എൻ്റെ അടിസ്ഥാന ആർഗ്യുമെന്റ്. 2019 ആയപ്പോഴേക്കും റിസർവ് ബാങ്ക് ഈ നിബന്ധനകളിൽ പർച്ചേസിങ് ദ ലാൻഡ് എന്നുള്ളതും വിട്ടുകളഞ്ഞു. നേറ്റീവ് ലിസ്റ്റിൽ നിന്ന് ഭൂമി ഇനി വില കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല, അത് അക്വയർ ചെയ്തിരിക്കുന്നതാണ്. അല്ല, ഇനി മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും കിഫ്ബി ഈ പണം വിനിയോഗിച്ചപ്പോൾ ഈ നിബന്ധന ഇല്ല. ഇതാ ഞങ്ങൾ വാദിക്കാൻ പോണത്. അതുകൊണ്ട് സിമ്പിൾ, ഇല്ലാത്തൊരു പ്രശ്നം പറഞ്ഞുണ്ടാക്കിയിരിക്കുക. എങ്ങനെയാണ് ഇവര് ഇത്തരത്തിലൊരു മണ്ടത്തരം എഴുന്നള്ളിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ബോണ്ടുകളുടെ കാര്യത്തിൽ ഒരു സുതാര്യതയില്ല എന്നുള്ളതാണ്. ശ്രീ തോമസ് ഐസക്, ബോണ്ടുകൾ ആർക്കൊക്കെ വിറ്റു എന്നുള്ളതിൽ കൃത്യമായ ഒരു മറുപടി പ്രതിപക്ഷം ചോദിക്കുമ്പോൾ പറയുന്നില്ല. അതിലൊന്ന് ലാവ്ലിനുമായി ബന്ധപ്പെട്ടൊരു ഡീൽ നടക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറഞ്ഞ കാര്യം അതാണ്. വലിയ സാമ്പത്തിക ലാഭം ചിലർ ഉണ്ടാക്കി, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടല്ല, ഇതുമായി ചിലർ ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. ലാവ്ലിന് നിക്ഷേപമുള്ള CDPQ എന്ന കനേഡിയൻ കമ്പനി, ആ കമ്പനിക്ക് ബോണ്ട് വിറ്റു എന്നുള്ളതാണ്. അപ്പോൾ അതിലങ്ങേക്കൊരു പ്രതികരണം നൽകാം. ഇതിലൊരു കൃത്യമായ മറുപടി പറഞ്ഞെങ്കിൽ പ്രതിപക്ഷം പിന്നീട് ഇത് ചോദിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇതിലൊരു മറ വയ്ക്കുന്നത്? എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. കാരണം ഈ ബോണ്ട് ലിസ്റ്റ് ചെയ്ത് വിൽക്കുക എങ്ങനെയാണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ബോണ്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒരു വില ഇൻട്രസ്റ്റ് കോട്ട് ചെയ്യുന്നു. അത് അതിൻ്റെ ആവശ്യത്തിൽ കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത് ആ കൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ്, പലിശ നിരക്കിൻ്റെ കൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ബോണ്ട് ഏറ്റവും കൂടുതൽ പലിശ, ഏറ്റവും കുറവ് പലിശ ആവശ്യപ്പെടുന്ന ആൾക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഇത് ഒത്തുകളിയൊന്നുമില്ല. ലാവ്ലിൻ കമ്പനിയുടെ എന്തോ പെൻഷൻ ഫണ്ട് വാ, നമ്മളും ഈ ചർച്ച ചെയ്ത് നിങ്ങളെടുത്തോ എന്ന് പറയാനായിട്ട് ഈ പ്രാഥമിക ധാരണ പോലും ഇല്ല എങ്ങനെ ബോണ്ട് വിൽക്കുന്നതെന്ന്. നമ്മൾ ബോണ്ട് വിൽക്കുമ്പോൾ അവർ നമുക്കെന്തെങ്കിലും ആനുകൂല്യം ചെയ്തു തരികയല്ല, യഥാർത്ഥത്തിൽ അവർക്കല്ലേ റിസ്ക്, നമുക്കെന്ത് റിസ്ക്? അപ്പോൾ എങ്ങനെ അതിൽ അഴിമതി ആരോപിക്കണേ? ഇനി എന്താ ഈ ലാവ്ലിനും പെൻഷൻ കമ്പനിയായിട്ടുള്ള ബന്ധം? പെൻഷൻ കമ്പനി അവരുടെ പണം ബോണ്ടിലോ ഷെയറിലോ അതുപോലുള്ള ഇൻസ്ട്രുമെൻസിൽ നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് പെൻഷൻകാർക്ക് ധനസഹായം കൊടുക്കുന്നത്. അപ്പോൾ അവർ പല കമ്പനികളിൽ നിക്ഷേപിക്കും. അങ്ങനെ ലാവ്ലിന് നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് വെച്ചിട്ട് ലാവ്ലിനും ഈ ബോണ്ടും തമ്മിൽ ബന്ധമൊക്കെ പറയണമെങ്കിൽ
സാമാന്യ സാമ്പത്തിക ലോകക്രമത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവർക്കാണ് നാട്ടുകാരെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. മസാല ബോണ്ടിൽ ഏതായാലും ഒരു എന്താണ് കാര്യം കൂടി ഉപാധി? പറയാം. ഈ ലാവ്ലിനെ കേരളത്തിൽ വിളിച്ചുകൊണ്ടുവന്നാരാ? എന്തോ മസാല ബോണ്ടിൽ എന്താണ് ഹലോ? ഉപാധി? മസാല ബോണ്ടിൽ എന്താണ് ഉപാധി എന്ന് എന്നോടാണോ ചോദിക്കുകയായിരുന്നു. ചോദ്യം? അതെ അതെ അതെ, അങ്ങയോടാണ്. സോറി, മസാല ബോണ്ട് മസാല ബോണ്ടിൽ എന്താണ് ഉപാധികൾ എന്ന് I'm sorry. ചോദിക്കുകയായിരുന്നു. ഉപാധികളുണ്ടോ? ഉപാധികളുണ്ടോ? പ്രതിപക്ഷം ചോദിച്ച ചോദ്യമാണ് ശ്രീ തോമസ് ഐസക്. മസാല ബോണ്ടിന്റെ പ്രത്യേകത, അത് ഡോളറിലല്ല നിക്ഷേപം. ആ നിക്ഷേപം ഇന്ത്യൻ രൂപയിലാണ്. നിക്ഷേപിക്കുന്നത് ഡോളറായിട്ട് തിരിച്ചു കൊടുക്കേണ്ട, രൂപയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ പ്രവാസികളാണ് നിക്ഷേപിക്കുക. പക്ഷേ ഇന്ത്യയിൽ പെൻഷൻ ഫണ്ടിന് തുടർന്നും നിക്ഷേപം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ രൂപയെ തന്നെ തിരിച്ചെന്നാൽ മതി എന്ന് അവർ തീരുമാനിക്കാം. പക്ഷെ എൻ്റെ വാദം അതല്ല കേട്ടോ. ഈ ലാവ്ലിനെ കേരളത്തിലെ മുഴുവൻ ജലവൈദ്യുത പദ്ധതികളുടെയും മെയിൻ്റനൻസിനും പുനരുദ്ധാരണത്തിനും വേണ്ടി കരാറിട്ട് കൊടുത്തത് കാർത്തികനാണ് കേട്ടോ. പിണറായി വിജയൻ ചെയ്ത ഏക കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് റദ്ദാക്കി. ഒരു കേസിലൊഴികെ, പന്നിയാർ ശങ്കുളം പള്ളിവാസൽ. എന്തുകൊണ്ടാ? ആ കരാർ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അത് റദ്ദാക്കി കഴിഞ്ഞാൽ അത് കേസായിട്ട് മാറും, ആ പദ്ധതി ആകെ തടസ്സപ്പെടും. അതുകൊണ്ട് അത് മുന്നോട്ട് പോകട്ടെ, ബാക്കി മുഴുവൻ ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് പിണറായി വിജയന്റെ അഴിമതിയാണിത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അസാമാന്യ തൊലിക്കെട്ടി തന്നെ വേണം. പക്ഷേ ശ്രീ തോമസ് ഐസക്, ഒരു കാര്യം, ഇപ്പോൾ ED വേട്ടയാടുന്നു, ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങ് നേരത്തെയും പ്രതികരിച്ചാണ്, പല തെരഞ്ഞെടുപ്പ് സമയത്തായി ഇങ്ങനെ ED വരുന്ന സാഹചര്യം അങ്ങ് വിശദീകരിച്ചു. പക്ഷേ അങ്ങനെ വരുന്നുണ്ടെങ്കിലും നോട്ടീസ് നൽകുക എന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒന്ന് അന്വേഷണം നടക്കുകയാണെന്ന് തോന്നിക്കുന്നതിനപ്പുറം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇപ്പോൾ ലാവിൻ കേസാണെങ്കിലും ഇതുവരെ ഇല്ലാത്ത വിധം എത്ര കാലമായി നീട്ടിവെക്കുന്നു. ഇത്രയും നീട്ടിവെച്ച മറ്റൊരു കേസുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസാകട്ടെ, മാസപ്പടി കേസാകട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരുവന്നൂർ നോട്ടീസാകട്ടെ, എല്ലാം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നു, കുറച്ചു നേരം ഒരു വാർത്തയാകുന്നു, പിന്നെ അതങ്ങ് മടങ്ങുന്നു. അപ്പോൾ ആ മടങ്ങുന്നത് ഒരു ഒത്തുതീർപ്പാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ഞാൻ റീഡ് ചെയ്യുക എങ്ങനെയെന്ന് അറിയാമോ? ഈ കേസിൽ കിഫ്ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടക്കുന്ന സ്ഥാപനമാണ്. തങ്ങളുടെ പ്രവൃത്തിശീലം കൊണ്ട് ഡൽഹിയിലിരിക്കുന്ന BJP-ക്കാരുടെ ചിന്ത, എവിടെയെങ്കിലും തപ്പിയാൽ എന്തെങ്കിലും തടയും. ഒരു അഴിമതിയില്ലാതെ ഈ കാര്യം ഇങ്ങനെ നടക്കുമോ? അതുകൊണ്ടാണ് റോവിങ് ഫിഷിംഗ് എക്സ്പെഡീഷന് വേണ്ടി അവർ വരണത്. എവിടെയാണ് പിടിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അവരുടെ ഉറച്ച വിശ്വാസം ഇതിലെന്തോ എവിടെയോ അഴിമതി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ EDയുടെ മേല് വലിയ പൊളിറ്റിക്കൽ സമ്മർദ്ദമാണ്. എന്തെങ്കിലും പെർഫോം ചെയ്യണം, പിടിക്കണം. അതുകൊണ്ട് ED ഓരോ നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിനൊന്നും യാതൊരു സാധ്യതയില്ലെന്ന്. എനിക്ക് 7 തവണ കോടതിയിൽ പോയിട്ട് സ്റ്റേ തന്നില്ലേ? ഓരോ തവണയും ലളിതമായൊരു ചോദ്യം, എന്തിനു വേണ്ടിയാ വിളിക്കുന്നത്? എന്ത് ചോദ്യത്തിന് ഉത്തരം പറയാൻ? എന്താ എൻ്റെ റാഷണൽ? മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ശരി. അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടു. അന്വേഷണം ഞാൻ ചെന്നില്ലെങ്കിലും അന്വേഷണം അങ്ങ് തീർത്തു. എന്നിട്ട് ഇപ്പോൾ പുതിയ ഒരു ചാർജ് ഷീറ്റ് പോലെ അഡ്ജുഡിക്കേറ്റർ കൊടുത്തിരിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് ഫണ്ട് വിനിയോഗത്തിൽ പറയുന്ന പ്രശ്നം വന്നിരുന്നു. ഒരു സ്ക്രൂട്ടിനിക്ക് പോലും നിലനിൽക്കാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വായിക്കാം, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വായിക്കാം. ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രീയ ജന്മാരന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ 1 ലക്ഷം കോടി രൂപയുടെ പണമിടപാട് നടത്തിയിട്ട് അതിൽ നിന്ന് ഒരഴിമതിയില്ലെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നും പറഞ്ഞ് തപ്പിക്കോട്ടെ. പക്ഷേ ഇതിൽ ഉള്ള വലിയ കൂടിയ പലിശയെക്കുറിച്ചൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. 9.723% പലിശ.
അതിലും കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ കിട്ടുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ലണ്ടനിലേക്ക് പോയത് എന്ന ചോദ്യമാണ്. ഇത്രയും പലിശ വരുമ്പോൾ മുതലും പലിശയുമായി പിന്നെ അടയ്ക്കേണ്ടത് 3195 കോടിയാണ്. അപ്പോൾ വലിയ ബാധ്യത ജനത്തിനുമേൽ വെക്കുന്നു എന്നുള്ളതാണ്. ബാധ്യതയൊന്നും ജനങ്ങളുടെ മേലില്ല കേട്ടോ. ആ പണം മേടിച്ചതും എൻ്റെ പലിശയെല്ലാം തിരിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ പലിശ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ വായ്പ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പലിശ. അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നിയമസഭയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ള മറ്റു മസാല ബോണ്ടുകളുടെ പലിശ നിരക്കേക്കാൾ താഴ്ന്നതാണ് ഈ പലിശ നിരക്ക്. 2, കിഫ്ബി ആ സന്ദർഭത്തിൽ ഇന്ത്യയിൽ കോട്ട് ചെയ്തിട്ടുള്ള ബോണ്ടുകൾക്ക് ആവശ്യപ്പെട്ട പലിശ നിരക്കിനേക്കാൾ താഴ്ന്നതായിരുന്നു ഈ പലിശ നിരക്ക്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.25% എന്നൊക്കെ പറയുന്നത് ഡോളർ നാണയത്തിൽ ഉള്ള ബോണ്ടുകളിലാണ് ഈ 1.25% വരുന്നത്. അപ്പോൾ കോമ്പറ്റിറ്റീവായിട്ടുള്ള ടെൻഡറിൽ ഏറ്റവും താഴ്ന്ന പലിശ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബോണ്ട് വിറ്റിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം, ഈ 2000 കോടി എടുക്കാതെ നമുക്ക് ഇന്ത്യൻ തന്നെ മതിയായിരുന്നില്ലേ? ഒരു പ്രധാനപ്പെട്ട പങ്ക് ഇതിനുണ്ട്. എന്തത്? ഇത്തരം ഒരു മാർക്കറ്റിൽ ബോണ്ടിറക്കി പണം സമാഹരിക്കാൻ ചെറിയ കഴിവ് പോരട്ടോ. 2 റേറ്റിംഗ് ഏജൻസികൾ റേറ്റിംഗ് നടത്തി സർട്ടിഫിക്കറ്റ് നൽകണം. നിങ്ങൾ അന്തർദേശീയ മാർക്കറ്റിൽ റോഡ് ഷോ ഒക്കെ നടത്തി ആളുകളോട് വിസ്തരിക്കാനുള്ള കേപ്പബിലിറ്റി വേണം. ഇതൊക്കെ ഇങ്ങനെയുള്ള മികവുകൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മസാല ബോണ്ട് വിദേശത്ത് വിറ്റ് പണം സമാഹരിക്കാനാവും. 2000 കോടിയുള്ളൂ കേട്ടോ ഈ 1,00,000 കോടിയിൽ. പക്ഷേ ഈ 2000 കോടി എടുത്തത് ഇന്ത്യൻ മണി മാർക്കറ്റിൽ കിഫ്ബിക്കുള്ള പ്രസ്റ്റീജ് ചെറുതല്ല കേട്ടോ. നിങ്ങൾക്കിതിൻ്റെ വലിപ്പം മനസ്സിലായിട്ടില്ല. ഈ 1,00,000 കോടി രൂപ സമാഹരിച്ച് കേരളത്തിൽ മുടക്കുക എന്ന് പറയുന്ന ഒരു സാഹസം ഉണ്ടല്ലോ. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതുവരെ ചിന്തിക്കാൻ പറ്റാതിരുന്നൊരു കാര്യം ഇത്രയും വലിയ തുക കേരളത്തിന് സമാഹരിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതെ, മണി മാർക്കറ്റിനോട് കേരളം കിഫ്ബി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മണി മാർക്കറ്റിലൊക്കെ വിലപേശി ഈ പണം സംഭരിക്കാൻ കഴിവുണ്ട്. Here is a new player in the Indian money market. ഇത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വർഷാവസാനമാകുമ്പോൾ ബാങ്കുകൾ ഇങ്ങോട്ട് വരുമായിരുന്നു, ഞങ്ങൾ ഇന്നൊരു 500 എടുക്ക്, ഒരു 1000 എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയൊക്കെ കാണണം, കുറച്ച് ഭാവനയൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ശരി, വളരെ വളരെ നന്ദി ശ്രീ തോമസ് ഐസക് ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന്, ഇത്ര നേരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന്. മറ്റതിഥികളിലേക്ക് വരാം. പ്രതിപക്ഷത്തിൻ്റെത് അസംബന്ധമാണെന്നാണ് ഇപ്പോൾ തോമസ് ഐസക് നമ്മളോട് പ്രതികരിച്ച് അങ്ങ് കേട്ടല്ലോ. നിങ്ങൾക്കിതേക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് ഉയർത്തുന്ന വിമർശനങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഇ ഡിയുടെ നോട്ടീസിനെ കുറിച്ചും പറയുന്നു. ഇ ഡി ആദ്യം മസാല ബോണ്ടിൽ ഒരു നോട്ടീസ് നൽകുന്നു, അത് എവിടെയും എത്തിയിട്ടില്ല. അത് 7 തവണ നോട്ടീസ് നൽകുകയും അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. അത് ഇപ്പോൾ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ടാണ് പുതിയ നോട്ടീസ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ സമയത്ത് വരുന്ന ഒരു ഭയപ്പെടുത്തൽ എന്നതിലപ്പുറം അതിനെ കാണുന്നില്ല. എന്താണ് പ്രതികരണം? ഈ സംവാദം തുടങ്ങുമ്പോൾ CPM-ന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞത് ഇ ഡി വരുന്നതിൽ CPM-നെ സംബന്ധിച്ച് അത്ഭുതമൊന്നും ഇല്ല എന്നാണ്. ഈ ഇ ഡിയുടെ കാര്യത്തിൽ CPM-ന് അത്ഭുതമില്ലാത്തതിൽ നമുക്കും അത്ഭുതമില്ല. ഇവിടെ ഈ ജേർണലിസത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താ? മനുഷ്യനെ പട്ടി കടിച്ചാൽ ന്യൂസ് അല്ല, പട്ടിയെ മനുഷ്യർ കടിച്ചാലാണ് ന്യൂസ്. ഇവിടെ ഇ ഡിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെയല്ലേ? ഇ ഡി ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘപരിവാറിന്റെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നു എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നു, രാഷ്ട്രീയ എതിരാളികളെ പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നായി ഇത് പ്രവർത്തിക്കുന്നെന്ന് ഇ ഡി ഇന്ത്യൻ സാഹചര്യത്തിൽ വില്ലനൈസ് ചെയ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ CPM-നെ സംബന്ധിച്ച് ഇത് കോമഡിയാണെന്നേ. എല്ലാ ഇലക്ഷനും താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വരുന്ന ഒരു ഹാസ്യ കഥാപാത്രമായി ഇ ഡി മാറിക്കഴിഞ്ഞു. പക്ഷെ ഇ ഡി വരുന്നു എന്നതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. CPM-ന് പേടിയില്ലാത്തതിന്റെ കാര്യം എന്താ? ഇ ഡി വരുന്നു, ഇ ഡി വളയ്ക്കുക മാത്രമാണ്, ഒടിക്കുന്നില്ലല്ലോ. ഇ ഡിയെ സംബന്ധിച്ച് ഇപ്പൊ കരുവന്നൂരിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലൊക്കെ ഇ ഡി എടുത്ത് എന്തു ചെയ്തു എന്നുള്ള അതിന്റെ ഫോളോ അപ്പ് നമ്മുടെ മുമ്പിൽ വളരെ പ്രസക്തമല്ലേ. ഇ ഡി ഒരു നോട്ടീസ് അയക്കുന്നു,
പക്ഷെ അതിന് പിന്നിൽ പല അന്തർനാടകങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അതിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ശബരിമല ബന്ധപ്പെട്ട് പോലും ഇത്രയും വലിയ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് അവിടെ തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, CPM-നും തർക്കമില്ല. പക്ഷെ എന്തെങ്കിലും തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുന്ന മാത്രമേ ഓടി വരുന്ന ED എന്തുകൊണ്ട് അവിടെ വരുന്നില്ല? ED വരുന്നതിന് CPM ഗൗരവമായി എടുക്കാത്തതിന് പിന്നിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല. കാരണം CPM സംഘപരിവാറുമായി കുറെ കാലമായി നടന്നു വരുന്ന ഒരു എൻഗേജ്മെന്റുകളുടെ തുടർച്ചയാണ്. പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇത് ഇടതുപക്ഷത്തെ സഹായിക്കാനാണ് എന്ന് പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അയക്കുന്നത്, ഈ നോട്ടീസ് വരുന്നത്, അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാനാവുക? അല്ല, ഇവിടെ ED വന്നു കഴിഞ്ഞ് അതിനകത്ത് ഇപ്പൊ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ED വന്നു. അതിന്റെ നെറ്റ് റിസൾട്ട് എന്തായിരുന്നു? തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. തൃശ്ശൂരിൽ ആരായിരിക്കണം ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന് പോലും തീരുമാനിച്ചത് ആരാ? കരുവന്നൂർ ബാങ്ക് കേസിൽ ആരോപണ വിധേയനായ MK കണ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവായി ED ചോദ്യം ചെയ്ത ആളാണെന്നേ. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ED ആണ്. LDF-ന്റെ ഇലക്ഷൻ അജണ്ട തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റി കൺവീനറുടെ റോളിൽ ED പ്രവർത്തിക്കുകയല്ലേ. ED എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരമാണോ? ഈ മുൻ സാഹചര്യങ്ങൾ അതിനുശേഷം വളരെ കൃത്യമാണല്ലോ. ED വലിയ പല്ലും നഖവുമുള്ള ഒരു ഏജൻസി ആണ് എന്ന് പറയുമ്പോ കേരളത്തിനകത്ത് അതിന്റെ പല്ലും നഖവും പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാ? എല്ലാം ഇന്ത്യയിൽ ഉടനീളം ഇപ്പൊ DK ശിവകുമാർ അടക്കം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാവരെയും വേട്ടയാടുന്ന ED-യുടെ പല്ലും നഖവും കേരളത്തിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് സോഫ്റ്റ് ആവുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അത് കൃത്യമാണ്. നേരത്തെ താങ്കൾക്ക് തന്നെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന കരുവന്നൂർ ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ED നിർവഹിച്ച റോൾ എന്താ? ഒരു നോട്ടീസ് അയക്കുന്നു, വരുന്നു, ED വരുന്നു, ED പോകുന്നു എന്നതിനപ്പുറം ED ആക്ട് ചെയ്യുന്നില്ലെന്നേ. അത് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം എന്ന് പറയുന്നത്. ആ ആരോപണം അല്ല, വസ്തുതയാണെന്നേ. ED വരുന്നു, ED പോകുന്നു. CPM-നെ സംബന്ധിച്ച് ഇതൊരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സെറിമോണിയൽ ഇൻവിറ്റേഷനായി മാറി, ഒരു ആചാരപരമായ ക്ഷണമായി മാറി. ED അവരും ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഈ ED-യുടെ വരവിന്റെ ഇതിന് പിന്നിലുള്ള ഈ അന്തർനാടകങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. ED-യുമായി ഇതിനെ ഇലക്ഷൻ അജണ്ട നിർണ്ണയിക്കുന്ന തരത്തിൽ ED ഇടപെടുന്നു എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ഈ ഇലക്ഷൻ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ലോണുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം, കാലാകാലങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്താ? ADB-ക്കെതിരെ, ലോക ബാങ്കിനെതിരെ. ADB ലോണിന്റെ പലിശ എന്ന് പറയുന്നത് 4%. ഇതിന്റെ പലിശയെ കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോ ഇവിടെ കൃത്യമായി മുൻകാലങ്ങളിൽ ഇവർ പറഞ്ഞതിനെയൊക്കെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇതിലൊക്കെ ഏർപ്പെടുന്നത്. ഇപ്പൊ പിന്നെ തോമസ് ഐസക്, അല്ല ഒരു കാര്യം കൂടി ശ്രുതി, ഇപ്പൊ തോമസ് ഐസക് എന്താ പറയുന്നത്? ലാവ്ലിൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, കോൺഗ്രസ് ആണെന്ന. പക്ഷെ VS അച്യുതാനന്ദൻ മരിച്ചു കഴിഞ്ഞു. CPM-ൽ 2 ദശകത്തിലേറെ നീണ്ട ഉൾപാർട്ടി സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗവേദിയായിരുന്നു ലാവ്ലിൻ എന്ന് ആർക്കറിയാത്തത്? ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായപ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? മഹാനേതാക്കന്മാർ തൊട്ട് മഞ്ഞ പത്രക്കാർ വരെ എന്നെ വേട്ടയായിട്ടുള്ള ഈ മഹാനേതാവാരാ? VS അച്യുതാനന്ദനല്ലേ? ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ സസ്പീഷ്യസ് ആയ സംശയകരമായ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണെന്നേ. ഞങ്ങൾ അതിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഇലക്ഷനെ സംബന്ധിച്ച് ED വരുമ്പോൾ തീർച്ചയായും. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ 2 രൂപത്തിൽ ED ഒരേ വിഷയത്തിൽ വരുന്നത്, അതും തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഞാൻ ED വന്നതിന് ഒരു നിലയ്ക്കും അതൊരു ഗൗരവമായൊരു വാർത്ത പോലും അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ED കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതി നിശിതമായ വിമർശനം അവർക്കെതിരെ ഉണ്ട്. ED-യുടെ കൺവിക്ഷൻ റേറ്റ് 2%. 2%. പക്ഷേ 100 കേസെടുത്താൽ 2 കേസിലാണ് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ വരുന്നത്. മൂന്നാമത്തെ കാര്യം, ഇവിടെ കൊടുത്ത കുറ്റപത്രം നോക്കൂ. വീരപ്പനെ സൈക്കിളിൽ ഓവർലോഡ് വെച്ചതിന് മറ്റേ ചാർജ് ഷീറ്റ് കൊടുത്ത മാതിരിയാണിത്. യഥാർത്ഥത്തിൽ നിൽക്കാത്തൊരു ചാർജ് ഷീറ്റാണ്. ഞാൻ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഇതിൽ കൊടുക്കേണ്ട ചാർജ് ഷീറ്റ് ഇതിലല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ടല്ലോ. ED മാത്രമല്ല, ED, IT, കസ്റ്റംസ്, SFIO എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എത്ര ആൾ ഇവിടെ കയറി ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 വർഷത്തിലേറെ ജയിലിൽ കിടന്നിട്ട് ഒരു കേസിൽ, അത് നിൽക്കട്ടെ, ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്തിട്ടില്ലല്ലോ പ്രിൻസിപ്പൽ സെക്രട്ടറി. നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം അല്ലെങ്കിൽ സ്വരൻ അടക്കം ഉള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഇവരെത്ര കാലം ജയിലിൽ കിടന്നു?
ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകളെ ഒരു ചോദ്യം ചെയ്യാൻ പോലും ഇ ഡിയോ SFIO വന്നിട്ടില്ല. ആകെ ഒരു കേസ് അങ്ങോട്ടും കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ അതവരുടെ രാഷ്ട്രീയമാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ അവർക്കൊരു ടാർഗറ്റ് രാഷ്ട്രീയമുണ്ട്. ഇനി ഒരു കാര്യം, ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ 2 കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. അത് പറയാം. ഒന്ന്, ഭൂമി വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസർവ് ബാങ്ക് ഫെമ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഭൂമി വാങ്ങുക എന്ന് പറയുന്നത് ഭൂമി എക്വയർ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പം എന്താ ചെയ്യണമെന്നറിയോ? കേരളത്തിൽ ഇപ്പോൾ ദേശീയപാതയ്ക്കടക്കം ഭൂമി എക്വയർ ചെയ്യല്ല ഇത്. അത് ഞാൻ വേണമെങ്കിൽ എനിക്ക് എൻ്റെ രേഖയുണ്ട്. ഭൂമി എന്താ ചെയ്യുക? അക്വസിഷൻ നോട്ടീസ് കൊടുത്ത് ഇവരുടെ സമ്മതപത്രം വാങ്ങും. സമ്മതപത്രം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസ് കമ്മിറ്റി വയ്ക്കും. അത് ആ വിലയാണ്. ഈ 2013 നിയമം എന്ന് പറയുന്നത് ബാക്കി ഒന്നും പാലിച്ചിട്ടില്ല. അതിൻ്റെ വില കൊടുക്കുന്ന നിയമമാണ്. അത് വച്ച് വില തീരുമാനിക്കുകയാണ്. അത് 2 പാർട്ടി എഗ്രിമെൻറ്റിലെ വില തീരുമാനിക്കണം. അതായത് അക്വയർ ചെയ്യണേ അങ്ങനെയല്ല, ഒറ്റ വിലയാണ്. എല്ലാവർക്കും വില പ്രഖ്യാപിക്കും. ഇതങ്ങനെ പ്രഖ്യാപിക്കുകയല്ല ചെയ്യണേ. നിങ്ങൾ ഉടമസ്ഥനും ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസ് കമ്മിറ്റിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ വിൽപ്പനയാണ്. ആ ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ അറിയാം. ഞാൻ ഇപ്പോൾ വല്ലാർപാടത്തിനടക്കം ദേശീയപാതയ്ക്കടക്കമുള്ള ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ അറിയാം. ഇറ്റ് ഈസ് നോട്ട് എൻ അക്വിസിഷൻ, ഇറ്റ് ഈസ് എ ഡീൽ. ഞാൻ തത്വത്തിന് വേണ്ടി. ഇനി ലാവലിൻ്റെ കാര്യത്തിലും കൂടി ഒരു അഭിപ്രായമുണ്ട്. കാർത്തികേയനാണ് ലാവലിൻ്റെ കരാർ ഒപ്പിട്ടത്. ഞാനത് കുറച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ കാർത്തികേയൻ ഒപ്പിട്ട കരാറ് കൺസൾട്ടൻസി എഗ്രിമെൻ്റാണ്. അത് കൺസൾട്ടൻസി സാധാരണ നമുക്കൊരു കമ്പനി കൺസൾട്ടൻസി എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. അവരൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും, അവരൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കും, സാധനം സപ്ലൈ വേറെ ആളുടെ നമ്മൾ മേടിക്കും. പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്ത തെറ്റ്, അതേ കൺസൾട്ടൻസി ഏജൻസി തന്നെ സപ്ലൈ ഏജൻസിയായി. അവിടെയാണ് പ്രശ്നം. ഒരു സിസ്റ്റം, ഞാൻ 2ലും വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്, ഒരു സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കും, അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, എന്നിട്ട് ടെൻഡർ ചെയ്യുന്ന ടെൻഡർ ശരിയാണോ എന്ന് പരിശോധിക്കൽ ഇവരുടെ ജോലിയാണ്. എക്യുപ്മെൻറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കൽ കൺസൾട്ടൻ്റെ ജോലിയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിക്കൽ കൺസൾട്ടൻ്റെ ജോലിയാണ്. പക്ഷേ ഇവിടെ എല്ലാം ചെയ്തത് ഒരാളാണ്. അവിടെയാണ് പ്രശ്നം. അതാണ് ലാവലിൻ കരാറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് എത്തിക്സിനെതിരാണ്. സപ്ലൈ ചെയ്യുന്ന ഈ കൺസൾട്ടൻ്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ലാവലിൻ കരാറിൽ അഴിമതിയുണ്ട് എന്ന് എന്നെപ്പോലുള്ള ആളുകൾ പറയുന്നത്. ശരി, ഞാൻ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനൊക്കെയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത്, ഇപ്പോൾ ഈ ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെയും ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകിയിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്. 7 തവണയാണ് നോട്ടീസ് നൽകുന്നത്. അന്ന് പക്ഷേ കോടതിയിലെത്തുമ്പോൾ ആ നോട്ടീസിൽ കിഫ്ബി രേഖകൾ ചോദിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട്, വീട്ടുകാരുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചതെന്നാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കോടതിയിൽ നിൽക്കാത്ത കാര്യങ്ങളുമായിട്ടാണോ ഇ ഡി മുന്നോട്ട് പോകുന്നത്? ഇത്രയും സമയമെടുത്തത് പോലും ഇതിൽ പരിശോധന നടത്താനെന്ന വാദമാണ് ഇ ഡി നടത്തുന്നത്. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്ന്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രീ തോമസ് ഐസക് താങ്കളോടുള്ള മറുപടിയിൽ പറഞ്ഞത്, ഈ കേസിൽ മെറിറ്റ് ഇല്ല, അതിനകത്ത് പ്രത്യേകിച്ച് വയലേഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സമൻസിന് ഉത്തരം കൊടുക്കുന്നതിൽ എന്താണ് തടസ്സം? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ റിപ്ലൈ ചെയ്യുന്നതിന് ചീഫ് മിനിസ്റ്റർക്ക് പേഴ്സണലി അപ്പിയർ ചെയ്യേണ്ട, അതിന് മറുപടി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് മറുപടി കൊടുക്കണമോ, ആ നിയമം അനുസരിക്കണമോ എന്നുള്ളൊരു ചോദ്യമേ അല്ല. നിയമത്തിൽ ഒരു ഹൈക്കോടതിയിൽ നേരത്തെ പോയപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സമൻസ് ആണ് വേണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതി അതിൽ ഇടപെട്ടത്. ഹൈക്കോടതി 2 പ്രാവശ്യം ഇടപെട്ടപ്പോഴും ഹൈക്കോടതി 2ാമത്തെ പ്രാവശ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വിധിയിൽ പറയുന്നുണ്ട്, വീണ്ടും ഇവിടെ വന്ന് തടസ്സപ്പെടുത്തുകയാണ്. ഇ ഡിയുടെ എൻക്വയറിയും ഇ ഡി എന്തിനാണ് ഈ നോട്ടീസ് അയച്ചതെന്നുള്ളത് വ്യക്തതയില്ല എന്ന് പറയുന്നുണ്ട്. ആ വ്യക്തത വരാതിരിക്കാൻ വേണ്ടി, വീണ്ടും സമൻസ് വരാതിരിക്കാൻ വേണ്ടി പെറ്റീഷണർ ഇങ്ങോട്ട് വരുവാണ്, ഈ കോടതിയിലോട്ട് വരികയാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വിധിയിൽ പറയുന്നത്. അതുകൊണ്ട് വ്യക്തതയില്ലാത്ത കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടാണ്. പക്ഷേ താങ്കൾക്ക്, എനിക്കറിയില്ല, ചോദ്യങ്ങൾ ചോദിച്ചതിന് കൃത്യമായ മറുപടി കിട്ടിയോ? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കൃത്യമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എക്സ്പെർട്ട് അല്ലാത്തവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഇ ഡിയിലെ സമൻസിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, RBIയുടെ ഫ്രെയിംവർക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അതിനെന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? അദ്ദേഹം മറുപടി പറഞ്ഞത് അത് ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പി, അത് പിന്നെ ഇന്ത്യൻ രൂപയിൽ തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ്. അതാണോ അദ്ദേഹത്തിൻ്റെ മറുപടി? ഇതിൽ
RBI, അതായത് ആർട്ടിക്കിൾ 293 ഭരണഘടനയിൽ പറയുന്നത് ബോറോയിങ് ലിമിറ്റ്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റിന് കടമെടുക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. പറയുന്നത് സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ് എക്സ്റ്റെൻഡ് ടു ബോറോയിങ് within the territory of India upon the security of the consolidated fund of the state within such limits, if any, as may from time to time be fixed by the legislature of such state by law, and to the giving of guarantees within such limit, if any, as may be so fixed. രാജ്യത്തിനകത്ത് നിന്നാണ് കടമെടുക്കാൻ പറ്റുന്നത്. ആർട്ടിക്കിൾ 293 അനുസരിച്ച് എൻട്രി, അതായത് സ്റ്റേറ്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും ഉണ്ട്. 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 1 എൻട്രി 37 പറയുന്നത്, വീണ്ടും അതിൽ ഞാനത് വായിക്കാം. എൻട്രി ഫോറിൻ ലോൺസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും മറികടക്കാൻ വേണ്ടി ഒരു സ്കീം ഉണ്ടാക്കുന്നു. ശരി, അതിൽ RBIയുടെ നിബന്ധനകൾ അനുസരിച്ച് വേണം ഈ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ. സെക്ഷൻ 6(3) എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ഫെമയിൽ, ഈ കടമെടുക്കുന്ന സമയത്ത്, ബോണ്ട് റേസ് ചെയ്യുന്ന സമയത്ത്. അതിൽ അനുസരിച്ച് RBI കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റിൽ എൻഡ് യൂസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ലിസ്റ്റിലുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ എൻഡ് യൂസ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ഇത് 2022 കോടതി വിധിയിൽ പറയുന്നുണ്ട്, പുതിയൊരു കാര്യമല്ല എന്നത് വായിക്കാം. ഒരു നിമിഷം. റിയൽ എസ്റ്റേറ്റിൻ്റെ പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം പറയുന്നത് ഭൂമി ഏറ്റെടുക്കുന്നത് ഇതിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതൊരു വിചിത്രമായിട്ടുള്ള വാദമാണ്. ഇങ്ങനെയുള്ള വാദങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതോറിറ്റിയുടെ മുമ്പിൽ ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഹൈക്കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ വിധിയിൽ 2022 ജസ്റ്റിസ് VG അരുൺ. അപ്പം ശ്രീ തോമസ് ഐസക്കിന് അതിൽ റിലീഫ് കിട്ടി, വീണ്ടും സമൻസ് അയക്കരുതെന്ന് പറഞ്ഞു. അവിടെ ആ വിധിയിൽ പറയുന്നുണ്ട് RBIയുടെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ഫ്രെയിംവർക്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എൻഡ് യൂസേജ് നെഗറ്റീവ് ലിസ്റ്റ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് പ്രൊസീഡ്സ് cannot be invested for the items included in the negative list. One item in the negative list is real estate activity. റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റി പാടില്ല എന്ന് RBIയുടെ ആ ഫ്രെയിംവർക്കിൽ പറയുന്നുണ്ട്. അത് അദ്ദേഹം വിശദീകരിച്ചില്ല. താങ്കളെ ചോദ്യം വ്യക്തമായിട്ട് ചോദിച്ചു, പ്രതിപക്ഷം ചോദിച്ചു, അദ്ദേഹം പറയുന്നില്ല. കോടതിയിലും പറഞ്ഞില്ല. ഹൈക്കോടതിയിൽ പറയുമ്പോൾ ഈ വിവരങ്ങളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നത്. ഹൈക്കോടതി 2023 ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ കേസ് സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ചിൻ്റെ വേറൊരു വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് വീണ്ടും റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ വന്ന് ഈ കേസ് ഡിസ്പോസ് ഓഫ് ചെയ്തപ്പോൾ പറയുന്നത് അതിൽ സമൻസ് ഇഷ്യൂ ചെയ്തതിലൊക്കെ ഇടപെടാൻ, അതിൽ അന്വേഷണത്തിലൊക്കെ ഇടപെടാൻ വിസമ്മതിച്ചു. ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് നിയമപരമായിട്ട് ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇതിനകത്തുള്ള വയലേഷൻസ് ഫ്ലാഗ് ചെയ്തു. അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള മറുപടി പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അത് ആ റിപ്പോർട്ട് തള്ളി എന്നാണ് പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട്, അതിനകത്തുള്ള വയലേഷൻസ്, ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് അത് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ഓർഡറിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ദ പിക്വാൻ സിറ്റുവേഷൻ നൗ ഫേസ് ദിസ് ദാറ്റ് ദർ ഈസ് woefully small information available to this court as to what is the investigation being proceeded with by the ED, and any disclosure has now stopped by the petitioners themselves by ensuring that they are not forced to make such disclosures through fresh summons or otherwise. ഇനി പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരാതെ ഇവർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സമൻസ് വരാതെ. ഈ പെറ്റീഷണേഴ്സ് എന്ന് പറയുന്നത് കോടതിയിൽ പോയ ആൾക്കാർ, ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരാണ്. അവിടെ പോയിട്ട് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ തടഞ്ഞതെന്ന് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടിയെന്നാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് അത് അനുകൂലമാകുന്നതെന്ന്. ഈ ഒരു നിയമവ്യവസ്ഥയിൽ എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്. ഇതിനകത്ത് വേറൊരു വിചിത്രമായ വാദം ഉന്നയിച്ചിരുന്നു ഇവർ. ഈ കേരളത്തിലെ കിഫ്ബിക്കെതിരെ മാത്രമേ ഇങ്ങനെ ഒരു പ്രൊസീഡിംഗ് ഉള്ളൂ, വേറെ മസാല ബോണ്ട് ഇഷ്യൂലൊന്നും ED ഇടപെടുന്നില്ല എന്നൊരു വാദം. അത് ഹൈക്കോടതി വളരെ സംശയമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു എൻക്വയറി, അതിൻ്റെ ഉള്ള ഡേറ്റേഴ്സ് ഒന്നുമില്ല. ആ ഒരു വാദം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് പത്മനാഭൻ, നേരത്തെയും ചില നോട്ടീസുകൾ നൽകുന്നു, ഇപ്പോൾ നൽകുന്ന പുതിയ നോട്ടീസ്, ഇതിപ്പോൾ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണല്ലോ പുതിയ നോട്ടീസ്. അപ്പോൾ പഴയ നോട്ടീസിലെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു എന്നാണോ അങ്ങ് പറയുന്നത്? അതിനൊപ്പം വരുന്ന, അതിനോട് കൂട്ടിച്ചേർക്കേണ്ട അടുത്ത നോട്ടീസായിട്ടാണോ അങ്ങ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ മറ്റേത് വിട്ടല്ലോ, ഇപ്പോൾ ഇതാണല്ലോ എന്നാണ് ഇപ്പോൾ സർക്കാർ ചോദിക്കുന്നത്.
അങ്ങനെയല്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന വാദങ്ങളാണ്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് നേരത്തെ കൊടുത്ത സമൻസ് ആണ്. വന്ന് തെളിവ് കൊടുക്കാൻ പറഞ്ഞ് സമൻസ് ഇഷ്യൂ ചെയ്യുന്നു, ആൾ ഹാജരാകാൻ പറഞ്ഞിട്ട്. അതിനെതിരെ കോടതിയിൽ പോകുന്നു. കോടതി പറയുന്നു നേരിട്ട് പോകേണ്ടതില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നു. അന്വേഷണം നടത്തിയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് കണ്ടിട്ട് അത് ഇപ്പോൾ അതിലേക്ക് ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെ അടുത്ത സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഗവൺമെൻറ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ആർക്കൊക്കെയാണ് നോട്ടീസ് വന്നിരിക്കുന്നത്, ഇപ്പോൾ പേഴ്സണലി പോകേണ്ട കാര്യമില്ല. നേരത്തെ ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നേരിട്ട് പോകേണ്ട എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇതിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെതായിട്ടുള്ള അതിൻ്റെ പരിണതഫലം, അടുത്ത പെനാൽറ്റി എന്നൊക്കെ പറയുന്നത് അത് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇദ്ദേഹം പറയുന്ന വാദങ്ങൾ അവിടെ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ, വേറൊരു വാദം എന്താണ്, RBI ആണ് ഇത് ഇഷ്യൂ ചെയ്തതുകൊണ്ട് RBIക്ക് മാത്രമേ ഇത് എൻക്വയറി ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. അതിലും RBI എന്ന് പറഞ്ഞു, RBIക്ക് അതിനുള്ള അധികാരമില്ല. എന്തെങ്കിലും ഫെമ വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു. നമുക്ക് ഡ്രൈവിങ് നടക്കുന്നത് വയലേഷൻ, എന്തെങ്കിലും ട്രാഫിക് റൂൾസ് വയലേറ്റീവ് ആണെങ്കിൽ ഡ്രൈവിംഗ് ഇഷ്യൂ ചെയ്ത അതോറിറ്റിയാണ് എനിക്കിതൊരു ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അത് ട്രാഫിക് പോലീസ് ഉണ്ട്, അതിൽ ചെല്ലാൻ വരും. അതിൽ നമ്മൾ വയലേഷൻ ഉണ്ടെങ്കിൽ അത് ലൈബിളാണ് എന്ന് പറയുന്നത് പോലെ ഈ RBIയുടെ കണ്ടീഷൻസ്, എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഉണ്ട്, അത് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. അത് ഈ ഗവൺമെൻറ് കയ്യിലുണ്ടെങ്കിൽ അത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എക്സ്പ്ലനേഷൻ ശരിയായിട്ട് പറയുന്നില്ല, വ്യക്തമായിട്ടുള്ള മറുപടികൾ വരുന്നില്ല. നിയമസഭയിൽ മറുപടിയില്ല, ഈ അതോറിറ്റിയുടെ മുമ്പിൽ മറുപടി ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുന്നു, തടയാൻ ശ്രമിക്കുന്നു. തടയാൻ ഹൈക്കോടതി സമ്മതിക്കുന്നു, നിങ്ങൾ നേരിട്ട് പോകണ്ടെന്ന് മാത്രം പറയുന്നു. ഇനി ഇതിനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരിട്ട് ഇനി ഹൈക്കോടതി പോയാലും ഇടപെടാനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റേജിൽ കുറവാണ്. ആദ്യം അതോറിറ്റിയുടെ മുമ്പിൽ പോയി നിങ്ങളുടെ എക്സ്പ്ലനേഷൻ പറയാൻ പറയും. ഈ പറയുന്ന കാരണങ്ങളൊക്കെ വളരെ ശക്തമായി ബോധ്യമുള്ള ആളാണ് അദ്ദേഹം. ശരി, എങ്കിൽ അത് പറയാനപ്പോൾ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി നൽകാം. ഒരു അന്വേഷണം നടക്കട്ടെ, അതിന് തടസ്സം ഉണ്ടാക്കരുത് എന്ന് ഹൈക്കോടതി പറയുക പോലും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് മറുപടി നൽകാം. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. ഓരോ വിഷയത്തിലും വളരെ ആധികാരികമായിട്ട് പഠിച്ച് തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതകൾ വേണ്ടത്ര മനസ്സിലാക്കാതെയാണ് എന്നൊരു സംശയം എനിക്കുണ്ട്. അത് അങ്ങ് തന്നെ ഇതൊന്ന് പരിശോധിക്കേണ്ടതാണെന്നതാണ് എനിക്ക് പറയാനുള്ളത്. 4 വർഷവും 10 മാസം എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ED അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ, ഏറ്റവും അവസാനം ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷൻ പെൻഡിംഗ് ആയിട്ട് 1.25 വർഷമായി. അത് റിട്ട് പെറ്റീഷൻ നമ്പർ 1377/2024 പെൻഡിംഗ് ആണ്. ഇതിലെല്ലാം നേരിട്ട് ഹാജരാകുന്നതിന് തോമസ് ഐസക്കിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഹാജരായിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ഇപ്പൊ പറയുന്നത് അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചു, ഞങ്ങൾ ഇത് അഡ്ജുഡിക്കേഷൻ അതോറിറ്റിയുടെ മുന്നിൽ ഇതിന്റെ ഉത്തരവ് കൊടുത്തിരിക്കുന്നു, സമൻസ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് കോടതി തോമസ് ഐസക്കിനോട് നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് പറയാൻ കാരണം? അന്വേഷണമൊക്കെ നടന്നോട്ടെ, ഒരു വ്യക്തി ഹാജരാകേണ്ടെന്ന് പറയാൻ കാരണം എന്തിനാണ് ഈ സമൻസ് അയച്ചത്, എന്ത് നിയമലംഘനമാണ് നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ 2 വർഷമായിട്ടും ഈ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി എന്ന അഹങ്കാരം കൊള്ളുന്ന EDക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ബോധ്യമായി കൊണ്ട് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം ഇതേ രൂപത്തിൽ മസാല ബോണ്ട് എടുക്കുന്നു. അവിടെ ഒരു നിയമലംഘനം കാണുന്നില്ല. RBI ആണ് ഇതിനെല്ലാം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പലിശയുടെ തോതും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു പൊതു മാർക്കറ്റിൽ ഇതിന്റെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഏറ്റവും കുറഞ്ഞ പലിശ ആരാണോ പറയുന്നത് അതാണ് വാങ്ങിക്കുന്നത്. അതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൃത്യമായി പരിശോധിച്ചതാണ്. അപ്പോ ഇത്രയും 4 വർഷവും 10 മാസവും എടുത്ത അന്വേഷണത്തിനിടയിൽ ഒരു നിയമവിരുദ്ധതയും കണ്ടിട്ടില്ല എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടാണ് ശ്രീ തോമസ് ഐസക്കിന് നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്റ്റേ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് ഇവിടെ പറയുന്നത് ഇതൊക്കെ എന്താണ്ട് ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്നാൽ ശ്രീ പ്രശാന്ത് പത്മനാഭൻ എന്ത് നിയമവിരുദ്ധതയാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി ചെയ്തത് എന്ന് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? അതായത് RBI തന്ന നോ ഒബ്ജക്ഷൻ, അതുപോലെ മറ്റെല്ലാവരും ചെയ്തതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു തരത്തിൽ പോലും ഒരു നിയമവിരുദ്ധതയും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇവിടെ ഭൂമി വാങ്ങിയിട്ടില്ല, ഭൂമി കൃത്യമായി ഏറ്റെടുക്കുകയാണ്. 2013 ഫെയർ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഏത് വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണോ ആ ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് നോട്ടിഫൈ ചെയ്യുന്നു. ശ്രീ തോമസ് ഐസക് വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചില്ലേ, ആ പർപ്പസിന് വേണ്ടിയിട്ടല്ല ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ, ആ പർപ്പസ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഏറ്റെടുക്കൽ പ്രക്രിയ തന്നെ അസാധുവാകും.
അത് വിൽക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ വാങ്ങലല്ല, മറിച്ച് ഏറ്റെടുക്കലാണ്. പ്രത്യേകമായിട്ടുള്ള വികസന പ്രവർത്തനം 1192 വികസന പ്രവർത്തനമാണ് ഈ കേരളത്തിൽ നടന്നത്. അതിനുവേണ്ടി 91,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതിന്റെ ഭാഗമായി ഒരു വർഷം 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുക. അവിടെ നിൽക്കട്ടെ, കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറയുന്നത്? ഇന്നത്തെ പത്രത്തിലുണ്ട്, നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഏതൊക്കെ ഒഫൻസ് വെച്ചിട്ടാണോ കേസിന്റെ വിചാരണയും അന്വേഷണവും നടന്നത്, അതിൽ വസ്തുതയില്ലെന്ന് ബോധ്യപ്പെട്ട് അതിന്റെ വിധി പറയാൻ മാറ്റുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. എത്രയോ നേതാക്കന്മാരെ വെളുപ്പിച്ചെടുത്തിരിക്കുന്നു. നമുക്കറിയാം, BJP ആയി മാറിയ ഒരു അന്വേഷണമില്ല. ഈ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം. ഈ കേരളത്തിൽ വന്നാൽ ED നല്ല ED, പരിശുദ്ധമായ ED, പൂർണ്ണമായി 24 കാരറ്റ് ED എന്ന് കോൺഗ്രസ് പറയുകയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. അല്ല, ഇവിടെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്തോട്ടെ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ പേടിച്ചാൽ മതി. ഇപ്പൊ ഈ ചർച്ചയുടെ ഹെഡിങ് എന്താ? ED പേടിയോ? ഞങ്ങൾക്കൊരു പേടിയില്ല, EDക്കാണ് പേടി. ആരെ? ഞങ്ങളെ. കാരണം ഈ കേരളത്തിൽ വന്ന് തലങ്ങും വിലങ്ങും അന്വേഷണ മാമാങ്കങ്ങൾ കാണിച്ചിട്ട് ഒരൊന്നും കണ്ടെത്താൻ കഴിയാതെ തലയിൽ തുണിയിട്ട് രക്ഷപ്പെട്ടു പോകേണ്ടി വന്നു. ഇവിടെ സ്വപ്ന സുരേഷ് കുറെ വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴും ED ഓടി വന്നല്ലോ. അതിന്റെ അന്വേഷണം എവിടെ വെച്ച് അവസാനിപ്പിച്ചു? എന്തുകൊണ്ട് കുറ്റപത്രം കൊടുത്തില്ല? എവിടെ വെച്ചിട്ടാണ് അവർ നാണം കെട്ട് തിരിച്ചു പോയത്? നിങ്ങൾക്കറിയോ? സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി എത്രയോ ചർച്ചകൾ നമ്മൾ നടത്തി, എത്രയോ പറയുന്ന രണ്ട് കാരണങ്ങളാണെന്നുള്ളതാണ് വ്യത്യാസം. അങ്ങേക്ക് മറുപടി നൽകാം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതെങ്കിലും തെളിവ് CPM-നെതിരെ LDF-നെതിരെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതെങ്കിലും തെളിവ് CPM-നെതിരെ കിട്ടിയാൽ, LDF-നെതിരെ കിട്ടിയാൽ, സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോ അത് വച്ചുകൊണ്ടിരിക്കുമോ? നമുക്കറിയാമല്ലോ ഇത് എവിടം വരെയൊക്കെ പോകുമെന്ന്. അതുകൊണ്ട് ഇതൊന്നുമില്ലെങ്കിലും ഈ LDF-നെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, സെലക്ടീവ് ലീക്കേജ് നടത്തും. അതുപോലെ തന്നെ കൺവിക്ഷൻ റേറ്റ് ഇവിടെ 2 പറഞ്ഞു, 0.46 കൺവിക്ഷൻ റേറ്റ്. പിന്നെ ലാവ്ലിൻ കേസിനെ പറ്റിയൊക്കെ കുറെ മണ്ടത്തരം പറഞ്ഞു. സുപ്രീം കോടതി പെൻഡിംഗ് ഉണ്ട്, 44 തവണ CBI കേസ് മാറ്റി. അതിൽ അസ്വാഭാവികതയില്ല. മറുപടി പറഞ്ഞോളൂ. അല്ല, അരുൺകുമാർ കുറച്ച് സമയം കൂടി എടുത്ത് സംസാരിച്ചാൽ എനിക്ക് വിരോധമില്ല. അദ്ദേഹം സംസാരിക്കും തോറും സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അദ്ദേഹം ഇപ്പൊ എന്താ പറഞ്ഞത്? പ്രശാന്ത് പത്മനാഭൻ പൊതുവിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഈ വിഷയത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ പഠിപ്പ് അപര്യാപ്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എന്താണ് യാഥാർത്ഥ്യം? ഇപ്പൊ സിനിമയിലൊക്കെ സ്റ്റണ്ട് സീനുകൾ കാണുമ്പോൾ അതിന്റെ സാങ്കേതികത അറിയാത്ത കുട്ടികളായ ആളുകളൊക്കെ നായകനും വില്ലനും തമ്മിൽ വലിയ അടി യഥാർത്ഥത്തിൽ നടക്കുന്നതാണെന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് ഡ്യൂപ്പാണെന്നും യഥാർത്ഥത്തിൽ അടി നടക്കുന്നില്ല എന്ന് ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാന്നേ. അതുപോലെയാണ് ഇവരുടെ സംഘപരിവാറും ഇവിടെ CPM-ഉം തമ്മിൽ നടക്കുന്ന ED നടക്കുന്നത് ഫേക്ക് എൻകൗണ്ടേഴ്സ് ആണെന്നേ. ഒരടി നടക്കുന്നില്ല, സോദരർ തമ്മിൽ ഒരു പോരല്ല എന്ന് പറയുന്നത് പോലെ ഇത് വലിയ പുറമേക്ക് അടി നടക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും യഥാർത്ഥത്തിൽ അത് അണിയറയിൽ ഇത്തരം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ അരുൺകുമാർ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താ? ED-യെ കുറിച്ച് സഹീൻ ഇപ്പുറത്തേക്ക് വന്നാൽ, വാളയാർ ചുരം കടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായം മാറുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അഭിപ്രായത്തിലല്ല പ്രശ്നം. സഹീൻ അപ്പുറത്തേക്ക് വരുമ്പോൾ ED-യുടെ സ്വഭാവം മാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്രയോ കോൺഗ്രസ് നേതാക്കളെ കാരാഗ്രഹത്തിലേക്ക് അയച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ? ED അയക്കുന്നതൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ കേസില്ല, മറ്റു കാര്യങ്ങളിലൊക്കെ കേസ് ഉണ്ടായിട്ടാണോ ED സംഘപരിവാർ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതെന്ന് അരുൺകുമാറിന് പറയാൻ കഴിയുമോ? ED എല്ലാ കാലത്തും നടത്തുന്നത് രാഷ്ട്രീയമായ ഇത്തരം വൈദ്യുതിരാജന ബുദ്ധിയോട് കൂടിയാണെങ്കിൽ കേരളത്തിനകത്ത് പിണറായിയുടെ കാര്യത്തിൽ സോഫ്റ്റ് ആണ്. അതിന്റെ പല്ലും അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സമയമില്ലാത്തതുകൊണ്ടാണ് അരുൺകുമാർ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ED ഇക്കാര്യത്തിൽ വളരെയധികം പരിശോധനകൾ നടത്തിയ ശേഷം വന്നിരിക്കുന്നത് അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ കേസിലും ഓരോ രൂപത്തിലാണോ? ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്കറിയാം. ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അവരെ ചോദ്യം ചെയ്തത്, ഏത് സമയത്താണ് ചോദ്യം ചെയ്തത്? ഇപ്പോൾ ഇതാ കേസിൽ വിധി പറയാനിരിക്കെ മറ്റൊരു കേസ് ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു തുടർച്ചയാകുന്നു. അത് ആ തുടർച്ച രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം ഉള്ളപ്പോൾ തന്നെ ഇതിനകത്ത് എവിടെയോ പാളിച്ചകൾ വന്നിട്ടുണ്ട്, എവിടെയോ അപര്യാപ്തതകളുണ്ട്, എവിടെയോ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, എവിടെയോ വയലേഷൻസ് വന്നിട്ടുണ്ട് എന്ന് ED പറയുമ്പോൾ അതില്ല എന്ന് ഉറക്കെ പറയുന്ന ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ടാണ് ആ നിയമ സംവിധാനത്തിലെ തന്നെ ആ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ അത് കൊടുത്തിട്ട് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് അവിടെ തെളിയിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ കോടതിയിൽ പോകുന്നതും ഇപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി തിരിച്ചു വന്നിട്ട് ആലോചിക്കും. മുഖ്യമന്ത്രി തിരിച്ചു വന്നിട്ട് നിയമം ഫോളോ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ.
നിയമോപദേശം കിട്ടിയാലും മറുപടി കൊടുത്തേ പറ്റൂ. ഹൈക്കോടതി പോയാലും മറുപടി കൊടുക്കാൻ പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അവസാനമായി CR എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? ഇതിൽ ഇനി മുന്നോട്ട് പോകുമോ ED? അതോ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പോക്ക് പോയി കുറച്ച് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരും, അങ്ങനെയാണോ? ഇല്ല, ഇത് തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ മിക്കവാറും നമുക്ക് മാർച്ച് ഏപ്രിലിൽ വീണ്ടും ഒന്നും കൂടി ഇതുപോലെ ചർച്ച ചെയ്യേണ്ടി വരും സ്മൃതി. അതുകൂടി ഒന്നുകൂടി, കാരണം അപ്പം തെരഞ്ഞെടുപ്പ് വരുമല്ലോ, അപ്പോൾ ഒന്നും കൂടി ചർച്ച ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നമുക്കെതിരായി നിൽക്കുന്ന ആളുകൾക്ക് വിവരമില്ല, അവർ വായിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന CPM-ന്റെ അത് ആ ശൈലി തോമസ് ഐസക്കിൻ്റെ ശൈലി തന്നെ അരുൺകുമാർ കൊടുത്തത്. ലാവ്ലിൻ കേസിനെ കുറിച്ച് എന്താ വേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അത് എൻ്റെ കയ്യിൽ വളരെ കൃത്യമായി ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഞാൻ ലാവ്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതുപോട്ടെ, അപ്പം അതിനെക്കുറിച്ച് ഇല്ല, നമുക്ക് കാണാം. സ്മൃതി തെളിവിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്യാമെന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലേ? തെളിവിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്യാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആ കണിക കൊണ്ടുവരാമെന്നും പറഞ്ഞ് CBI പോയിട്ട് 39 കണിക കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സെഷൻസ് കോടതി തള്ളി. സെഷൻസ് കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, സെഷൻസ് കോടതി തള്ളി, ഹൈക്കോടതി തള്ളിയ കേസിൽ എങ്ങനെ തെളിവിന്റെ കണിക അപ്പീൽ സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റും? വീണ്ടും ഫെയർ അല്ല, ഹൈക്കോടതി തോട്ടിലെറിഞ്ഞ കേസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ആർക്ക് കൊണ്ടുവരാൻ പറ്റും? ലാവ്ലിൻ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ, കാരണം മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോടതി ഒന്ന് പരിഗണിച്ച നമുക്ക് ആ ദിവസം ഇരിക്കാം. നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ടാണ് വേറെ ദിവസം. ശരി, അപ്പൊ നിങ്ങളുടെ ആഗ്രഹം കൊണ്ടിരുന്നോ? ശരി, വളരെ വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് VR അനൂപ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ശ്രീ CR നീലകണ്ഠൻ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം അല്പനേരം നമുക്കൊപ്പം ഇരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിനും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.